നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു. നെഹമ്യാവ് എന്ന് പറയുന്ന ദൈവദാസൻ യെരുശലേമിൻ്റെ ഇടിഞ്ഞും പൊളിഞ്ഞും കിടന്ന മതിൽ പണിയുമ്പോൾ തനിക്കെതിരെ നിന്ന പ്രധാനികളായ 2 പേരാണ് സൻബല്ലത്തും തോബിയാവും. അവർ മതിൽ പണിയുന്ന കണ്ടിട്ട് രോഷം പൂണ്ട്, കോപം പൂണ്ട്, ഇവരുടെ പണിയെ എങ്ങനെങ്കിലും തടയാൻ വേണ്ടി അവർ പറഞ്ഞൊരു ഡയലോഗാണ് നമ്മൾ കാണുന്നത്. അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും. ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പണികൾ പോകുന്നുവെന്ന് കണ്ടപ്പോൾ വാക്കുകൾ കൊണ്ട് ഇവരെ പരാജയപ്പെടുത്താൻ, നിരാശപ്പെടുത്താനായി സൻബല്ലത്തും തോബിയാവും ശ്രമിക്കുക. അങ്ങനെയാണ് തോബിയാവ് പറയുന്നത്, ഒരു കുറുക്കൻ കയറിയാലും ഉരുണ്ടു പോകാനുള്ള മതിലാണ് നിങ്ങൾ പണിയുന്നത്. കാരണം നിങ്ങളുടെ പണി അത്രയ്ക്ക് ശുഷ്കമാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലും ദൈവസഭയും ദൈവജനത്തെയും ഭയപ്പെടുത്തുന്ന, വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കെതിരെയുള്ള അവിശ്വാസികളെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ വളർച്ചയെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകളുടെ സംസാരങ്ങളും വാക്കുകളും. നമ്മുടെ ആത്മീയ ജീവിതം കണ്ടിട്ട്, നമ്മുടെ കുടുംബജീവിതം കണ്ടിട്ട് അസൂയപ്പെട്ട് ആവശ്യമില്ലാതെ നമുക്കെതിരെ പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവരുടെ ഉള്ളിൽ ഈ പ്രതിസന്ധികളെല്ലാം വരുമ്പോഴും ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു, കർത്താവ് അവരുടെ കൂടെയുണ്ട്. ഇങ്ങനെ തിന്മയായ കാര്യങ്ങളെല്ലാം അവർ പറയുമ്പോൾ, അവർക്കെതിരെ ഒത്തിരി കാര്യങ്ങൾ തിന്മ പറഞ്ഞുണ്ടാക്കുമ്പോൾ, നെഹമ്യാവിനെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, നെഹമ്യാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തുകയാണ്. അതിൻ്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മുടെ ചുറ്റും ആളുകൾ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ അവരോട് മറുപടി സംസാരിക്കാൻ നാം പോകേണ്ട കാര്യമില്ല. മറിച്ച് ദൈവമുഖത്തേക്ക് നാം നോക്കണം, ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. കാരണം ദൈവമാണ് നമുക്ക് വേണ്ടി പണിയുന്നത്. നിങ്ങളുടെ ജീവിതത്തെ പണിയുന്നത് കർത്താവാണ്. നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ പണിയുന്നത് കർത്താവാണ്. നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും തലമുറയും അനുഗ്രഹിക്കുന്നതും കർത്താവാണ്. അതുകൊണ്ട് മറ്റുള്ളവരെന്തു പറയുന്നു എന്നുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം. അവർക്ക് നാക്കുവളച്ചെന്തും പറയാം. എന്നാൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിങ്ങളുടെ തലമുറയെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളിന്ന് ചെയ്യുന്ന ശുശ്രൂഷയിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തവരെന്തും പറയും. അതൊരിക്കലും നിങ്ങളുടെ പ്രവർത്തനത്തെ തടയരുത്, തടസ്സപ്പെടുത്തരുത്. ഈ വാക്കുകളെ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിടിഞ്ഞു പോകേണ്ട കാര്യമില്ല. നിങ്ങൾ പറയണം, ദൈവമാണ് ഞങ്ങൾക്ക് വേണ്ടി പണി ചെയ്യുന്നത്, ദൈവമാണ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാ സമയത്തും നമുക്കെതിരെ പറയുന്ന ആളുകളുടെ വാക്കുകളെ അവഗണിച്ച് കളഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ചിലരൊക്കെ വീടിനകത്ത് തന്നെ അവഹേളനവും പരിഹാസവും ഏറ്റ് ജീവിക്കുന്നവരുണ്ട്. മറുത്തു പറയാനും തിരിച്ചു പറയാനും പോകണ്ട, ദൈവമുഖത്തേക്ക് നോക്കുക. തിരിച്ചു പറയാൻ പോയാൽ, മറുത്തു പറയാൻ പോയാൽ പ്രശ്നങ്ങളാണ്, സംഘടനകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റങ്ങളുണ്ടാകും. അതിനു പകരമായി ദൈവമുഖത്തേക്ക് നോക്കാൻ തീരുമാനിക്കണം. നിങ്ങളെ ആരെങ്കിലും പരിഹസിച്ചെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കുക. കാരണം അവനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഈ നെഹമ്യാവ് അങ്ങനെ ചെയ്തത്. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അവർ പല വാക്കുകൾ പറഞ്ഞവരെ ക്ഷീണിപ്പിക്കാൻ നോക്കിയപ്പോൾ ഇവർ ദൈവമുഖത്തേക്ക് നോക്കാൻ തീരുമാനിക്കുക. ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകുന്നെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കണം. കർത്താവാണ് നിങ്ങളെ വിളിച്ചത്. അവൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം നന്നായി ചെയ്തു തരും. ഇന്ന് നിങ്ങൾ നേടുന്ന പ്രതിസന്ധിയിൽ നിങ്ങൾ ദൈവമുഖം അന്വേഷിക്കുക. ആളുകൾ പറയും, തീർന്നുപോയി, കഴിഞ്ഞുപോയി, മരിച്ചാൽ മതി, ആത്മഹത്യ ചെയ്താൽ മതി. ഇല്ല, ഒരിക്കലുമല്ല. മുൻപിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്, ജീവിതത്തിൽ പ്രതീക്ഷ അസ്തമിച്ച ഒരു മാതാവ്. അവർ ഓൺലൈനിൽ വിഷം ഓർഡർ ചെയ്തു, 3 പാക്കറ്റ് വിഷം. അത് കൊണ്ടുകൊടുക്കാനായി ചെന്ന ആ ചെറുപ്പക്കാരൻ രാത്രിയിൽ ഈ വിഷം കൊണ്ടുകൊടുക്കുന്നതിന് മുമ്പ് അവനൊരു കാര്യം മനസ്സിലായി, ഈ ഒരു ആത്മഹത്യയിലേക്ക് പോവുക. അല്ലെങ്കിൽ ഈ രാത്രിയിൽ ഈ വിഷം വാങ്ങിക്കേണ്ട കാര്യമില്ല. ആ ചെറുപ്പക്കാരൻ ഈ മാതാവിനോട് പറഞ്ഞു, നോ, പാടില്ല, നിങ്ങൾ ജീവിക്കണം, ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. അവൻ്റെ ആ വാക്കുകൾ കേട്ട് ഇവർ ആ ആത്മഹത്യയിൽ നിന്ന് പിന്മാറിയെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ചുറ്റും തകർന്നു കിടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നിങ്ങളുടെ വാക്കുകൾ അവരെ ധൈര്യപ്പെടുത്തുന്നതായിത്തീരട്ടെ. മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ പറയുന്ന വാക്കുകളെ അവഗണിച്ച് കളയുക. നിങ്ങളോടുകൂടെ ദൈവമുണ്ട്. നിങ്ങളുടെ പഠനം, ഭാവി ധന്യമാക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും.
നിങ്ങളുടെ ഇന്നും തരുന്ന പ്രതിസന്ധിയെ മാറ്റാനും ദൈവത്തിന് കഴിയും. ആളുകൾ പറയുന്ന വാക്ക് അവസാന വാക്കല്ല, അതിനപ്പുറത്ത് ദൈവപ്രവൃത്തിയുണ്ട്. ഡോക്ടർമാരല്ല ജീവിതത്തിൻ്റെ അവസാനം നിർണ്ണയിക്കുന്നത്, മറിച്ച് ദൈവമാണ്. എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്ത് ദൈവപ്രവൃത്തി ആരംഭിക്കും. അതുകൊണ്ട് വിശ്വസിക്ക്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. മനുഷ്യൻ പറയുന്ന വാക്കുകൾ നിങ്ങളെ തളർത്തിക്കളയരുത്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവനാണ് അത്ഭുതങ്ങളുടെ മന്ത്രി. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും. ഗോഡ് ബ്ലെസ് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.